ദേ അടുത്ത വിക്കറ്റും വീണു. പിണറായി തകർക്കലുകാരുടെ ഒരവസ്ഥയെ. ബീഹാർ ബി ഡി എക്സ്പോസ്റ്റിൽ KPCC സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചു. VT ബൽറാമിനോട് KPCC അധ്യക്ഷൻ വിശദീകരണം തേടിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് പദവി ഒഴിഞ്ഞു എന്ന തീരുമാനം അറിയിച്ചത്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, നാടൻ ബോംബ്, അമ്പും വില്ലും, ഒലക്കയുടെ മൂട്. ദേ അടുത്ത പിണറായിക്കെതിരെ കാത്തുവച്ച വജ്രായുധമായിരുന്നു. ഒരൊറ്റ പരാമർശം കൊണ്ട് സ്വയം തകർന്ന് രാജിവെച്ച് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ. ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ ഭാവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇവരാണ് തകർക്കാൻ പോകുന്നു എന്ന് മറുനാടൻ മഞ്ഞ ഇരുന്ന് തട്ടിവിടുന്ന ഓരോന്നും എങ്ങനെയാണ് സ്വയം തകർന്ന് തരിപ്പണമാകുന്നു എന്നതിന്റെ കാഴ്ചയാണ്. ഒരു വ്യക്തിക്കെതിരെ എത്രയെത്ര ശത്രുമുഖങ്ങൾ. PC ജോർജിൽ തുടങ്ങി VT ബൽറാമിലേക്ക് എത്തുമ്പോൾ എതിര് നിന്നവർക്കെല്ലാം സ്വാഭാവിക തകർച്ചയും, എന്നാൽ തകർക്കാൻ ശ്രമിച്ച വ്യക്തി ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നേടിയെടുക്കുന്ന അവസ്ഥയും കൂടി വരികയാണ്. ദൈവങ്ങളൊക്കെ എന്തിനാണ് എന്തോ ഇവരോട് ഈ ക്രൂരത കാണിക്കുന്നത്. ചിലർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, ചിലർ അമ്പലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ല. അമ്പലങ്ങളിൽ തുലാഭാരങ്ങൾ, ശത്രുസംഹാര പൂജകൾ, ജോർജിന്റെ വെഞ്ചരിപ്പുകൾ. പക്ഷെ ഇവർക്കെല്ലാം ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ചെയ്തതെല്ലാം സ്വന്തം ആസനത്തിൽ തന്നെ സംഹാര പൂജയായിട്ട് മാറുകയാണ്. ഒന്ന് തകരുമ്പോൾ അടുത്തതിൽ പ്രതീക്ഷ അർപ്പിക്കും, അതും തകരുമ്പോൾ ഇനി വരും. ഇങ്ങനെ കാത്തുകാത്തിരുന്ന് പല ജന്മങ്ങളും ഒടുങ്ങാനാണ് സാധ്യത. നേരത്തെ വീരശൂര പരാക്രമികളായി കരുതിയിരുന്ന പലരും ഇപ്പോ മൂലയിലായിട്ടുണ്ട്. പുതിയ ആൾക്കാർ വരുമ്പോൾ മറുനാടൻ മഞ്ഞ പുതിയ പ്രതീക്ഷകൾ സംഘികൾക്കും കോൺഗ്രസുകാർക്കും സുഡാപ്പികൾക്കും വാനോളം നൽകും. എന്ത് സംഭവിക്കും? കുറച്ചു ദിവസം അണയാൻ പോകുന്ന തീ പോലെ ആളിക്കത്തും. ഏറ്റവും ഒടുവിൽ ഇതുപോലെ നാണം കെട്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥ. ഇനിയിപ്പോ ആരാണാവോ? മുല്ലപ്പള്ളിയെ കണ്ടു, ഗിർ സുധാകരനെ കണ്ടു, VD സതീശനെ കണ്ടു, മാത്യു കുഴൽനാടനെ കണ്ടു, മറുനാടൻ മറുതയെ കണ്ടു, PC ജോർജിനെ കണ്ടു, ജെട്ടി സാബുവിനെ കണ്ടു, ഉള്ളിസുരയെ കണ്ടു, V മുരളീധരനെ കണ്ടു, കുമ്മനത്തെ കണ്ടു. ഒടുവിൽ കണ്ട് രാഹുൽ കോഴിക്കൂട്ടത്തെയും കണ്ടു. ഏറ്റവും ഒടുവിൽ ബൽറാമിനെ കൂടി കണ്ടതോടെ എല്ലാവർക്കും ഈ ഓണക്കാലത്ത് ഒരു ആദരാഞ്ജലി നേരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാര്യം ഇനി എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഇറക്കിക്കൊള്ളണം. തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസമില്ല. ബാക്കിയുള്ളതെല്ലാം മുന ഒടിഞ്ഞ ആയുധങ്ങളാണ്. ഇനി എന്തെങ്കിലും പുതിയ വേർഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ ഐറ്റം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എടുത്ത് കളത്തിലിറക്കാൻ പിണറായി വിരുദ്ധരോട് അപേക്ഷിക്കുകയാണ്. കാര്യം പിണറായിസത്തിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്നവരുടെ എണ്ണം കയ്യിലും കാലിലും എണ്ണിയാൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇനി എന്തെങ്കിലും വലിയ ബോംബുകൾ ഉണ്ടെങ്കിൽ ഉടൻ പൊട്ടിക്കേണ്ടതാണ്. പൊട്ടിക്കാനായിട്ട് ചിലപ്പോൾ ഇനിയിപ്പോ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ.